ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഞ്ജലി ദൃഷ്ടിദോഷം പെടാതിരിക്കാൻ വേണ്ടി നാരങ്ങയും അതുപോലെ തന്നെ മുളകൊക്കെ കൂടിയിട്ട് ഒരു സംഭവം അശ്വിൻ്റെ റൂമിൽ വെക്കാൻ പറയണം. അപ്പം അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഇതിലെന്ന് എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ, കുഞ്ഞ ഇത് നിനക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ, ഞാൻ നിന്നെ വളർത്തി. വേണ്ട 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 ചേച്ചി, ഒന്നും പറയണ്ട, ചേച്ചിയുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് ഞാൻ എവിടെയെങ്കിലും തൂക്കിക്കോളെന്ന് പറയണം. നല്ല കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എവിടെയെങ്കിലും തൂക്കോലോ അല്ലേ, പിന്നെ തീർച്ചയായിട്ടും ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലി സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുക കേട്ടോ. നമ്മുടെ അശ്വിനാണെങ്കിൽ എവിടെ തോക്കുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മനോരമ വരുന്നുണ്ട്. മനോരമ വരുമ്പോഴേക്കും സുഭദ്രാമ്മ അവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കട്ടോ. സുഭദ്രാമ്മ മാറി കേട്ടോ, വേറൊരു അമ്മയാണ് ഇപ്പോൾ സുഭദ്രാമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോരമ ചോദിക്കണേ, സുഭദ്രാമ്മ ഇതെന്താ രാവിലെ തന്നെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പോയി ചോദിക്കാം എന്ന് പറയട്ടെ. അമ്മേ എന്താ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അമ്മ ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭദ്രാമ പറയുന്നുണ്ട്, പിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കാനാണ് നിനക്ക് താല്പര്യം ചോദിക്കുമ്പോൾ, എൻ്റെ മൈ ഗോഡ്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലില്ല. അമ്മ എന്താ അമ്മേ എഴുതാപ്പുറം വായിക്കണത് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, ഇത് കൊള്ളാലോ, രാവിലെ തന്നെ തുടങ്ങിയോ അമ്മായിയമ്മയും മരുമോളും തമ്മിലെന്ന് പറയുമ്പോൾ, ഇത് കണ്ടോ അഞ്ജലി ബേബി? ഞാൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ എന്താ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കണത്? അമ്മ ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം എടുത്ത വഴിക്ക് ഈ അമ്മേനോട് ചോദിക്കുക, പിന്നെ നിനക്ക് എന്താ പരലോകത്ത് അയക്കണമെന്ന്? എൻ്റെ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ ബേബി? ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടൊന്ന് ബേബിക്ക് അറിയാലോ എന്നൊക്കെ അഞ്ജലിയോട് ചോദിക്കുകയാണ്. മതി മതി, നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും കൂടി പിണങ്ങല്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി ചോദിക്കണ്ടല്ല, മുത്തശ്ശി പറഞ്ഞ പോലെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ, അതോ വേറൊന്നല്ല മോളെ, ലാവണ്യ അവൾ വന്നിട്ട് കുറേ നാളായല്ലോ ഇവിടെ എന്ന് പറയണ്ട. അപ്പോഴേക്കും ലാവണ്യ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ അതെ, അവരെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? നാട്ടുകാരൊക്കെ പലതും പറയില്ലേ എന്ന് പറയുമ്പോൾ മനോരം പറയുന്നത്, നാട്ടുകാരെന്ത് പറയണമ, നാട്ടുകാരങ്ങനെ പലതും പറയും, അവരുടെ വായം മൂടിക്കെട്ടെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, അങ്ങനെയല്ല, നാട്ടുകാരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ മനസ്സ് കേൾക്കണം. അല്ലെങ്കിലും ശരിയല്ലേ അവർ പറയുന്നത്? ഒരു പെൺകുട്ടിനെ എത്ര ദിവസം വെച്ചാൽ ഇവിടെ നിർത്തുന്നത്? അത് കല്യാണം കഴിയാത്ത പെൺകുട്ടീനെ ഒന്നില്ലെങ്കിൽ അശ്വിൻ്റെയും കുഞ്ഞൻ്റെയും അവളെ കല്യാണം നടത്തി കൊടുക്കണം. അതല്ല കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ രണ്ടിടത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. ഇപ്പോൾ കല്യാണത്തിന് താല്പര്യക്കുറവ് കാണിക്കുന്നത് അമ്മ തന്നെയാണ് മനോരം പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും റെഡിയാണ് കല്യാണത്തിന്, അമ്മ മാത്രം റെഡി ആവാനുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭദ്രാമ്മ പറയുന്നുണ്ട്, ഞാൻ മാത്രമുള്ളതെങ്കിൽ ഞാൻ അതും പിൻവലിച്ചിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇവള് ചെറിയ മിടുക്കി തന്നെയാ എന്ന് ലാവണ്യനെ കുറിച്ച് മുത്തശ്ശി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ സമ്മതിച്ചിരുന്ന് വേണ്ട, എനിക്ക് സമ്മതമാണ് എന്ന് മുത്തശ്ശി പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മനോരമക്കും അഞ്ജലിക്കും വളരെ സന്തോഷം തോന്നുന്നു. ഹോ മൈ ഗോഡ്, ദൈവമേ രക്ഷിച്ചു എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിനെയും അതുപോലെ തന്നെ ലാവണ്യനെയും മുത്തശ്ശി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നാളത്തെ ദീപാവലിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയല്ലേ ശ്രുതി? ആ അതെ, അപ്പോൾ ഇനി മഹാദേവനെ എപ്പോഴാണ് ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പോൾ, മഹാദേവനോ അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് മനോരമ ചോദിക്കുമ്പോൾ, ഓ അത് പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണ്. ദീപാവലി ദിവസം മഹാദേവനെ മണ്ണ് കൊണ്ടുണ്ടാക്കി ആ ദീപാവലി ദിവസം ഉണ്ടാക്കി വെക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ അത് കൊള്ളാലോ എന്ന് പറയാണ്. അതെ ഞാൻ ചെയ്തോളാം മുത്തശ്ശിയല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഞാൻ ചെയ്തോളാം എന്ന് പറയണ, എന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കുറച്ചൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭദ്രാമ അവിടെ നിന്ന് കിടക്കാൻ വേണ്ടി പോകുക കേട്ടോ. ശേഷം അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. ലാവണ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെങ്ങനെയാ ശ്രുതി ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്, അതിന് കുറച്ച് മണ്ണ് വേണം എന്ന് പറയുമ്പോഴേക്കും ലാവണ്യ പറയുന്നുണ്ട്, ഓ മണ്ണാണോ? അത് നമുക്ക് അശ്വിൻ്റെ ബാൽക്കണിയിൽ കുറേ പൂച്ചെടികളില്ലേ, അവിടെ നിന്ന് എടുക്കാം. അയ്യോ വേണ്ട, അശ്വിൻ സാർ വഴക്ക് പറഞ്ഞാലോ? സാർ വഴക്കൊന്നും പറയില്ലെന്നേ, നമുക്ക് അവിടെ നിന്ന് മണ്ണെടുക്കാം, അത് നല്ല തണുത്ത് നല്ല നനവുള്ള മണ്ണ്, അത് കറക്റ്റായിരിക്കും എന്ന് പറയുമ്പോൾ, എടുക്കാല്ലേ? ആ പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേ എടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ലാവണ്യ പറയൂ കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രണ്ട് ചേച്ചിമാർ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രാധയെടുത്ത് പറയുന്നുണ്ട്, ആ രാധേ, ഞങ്ങളെ നിൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നത്, സുഖമില്ലെന്ന് അറിഞ്ഞു, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ചേട്ടനെ ചോദിക്കുമ്പോൾ, ആ അതേ കിടപ്പ, നിൻ്റെ ഇടത്തി ഇവിടെ ഇല്ലേ? ഉണ്ട്, പ്രമീളെടുത്തി ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ വരുന്നു രാധേ എന്ന് പറഞ്ഞിട്ട് പ്രമീള വരുന്നുണ്ട്. ആ ദേ പ്രമീളെടുത്തി, ഇത് ഞങ്ങളുടെ അയൽക്കാരാണ് കേട്ടോ. ആ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ആ അത് കാണുന്ന ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെന്നെ പറ്റിയ അവസരം, അയൽക്കാരാണ്, കാര്യങ്ങളൊക്കെ കുറച്ച് വീട്ടിലെല്ലാ കാര്യങ്ങളും സ്പീഡാക്കാനുള്ള ഒരേ ഒരു മാർഗം, അതുകൊണ്ട് ഇവരെ അങ്ങോട്ട് കയ്യിലെടുക്കാം എന്ന് ശ്യാം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ശ്യാം തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് വരുവാട്ടോ. ആഹാ ഇതാരാ, വിരുന്നുകാരാണോ അമ്മായി എന്ന് ചോദിക്കുവാണ്. ഇതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ, ഇത് വിരുന്നുകാരല്ല മോനെ, ഇത് നമ്മുടെ അയൽക്കാരാ എന്ന് പറയുകയാണ്. ആഹാ കൊള്ളാലോ, എന്താ ചേച്ചിമാരുടെ പേര്? മീന എന്ന് പറയുകയാണ്. അപ്പുറത്തെ ചേച്ചി ആഴ്ചയുടെ പേരും പറയുന്നുണ്ട്. അല്ല ഇതാരാ എന്ന് ചോദിക്കുവാട്ടോ ആ മീന എന്ന് പറഞ്ഞ ചേച്ചി. ആ സമയത്ത് നമ്മുടെ അമ്മായി പറയണ്ടോ, മീന കുറച്ച് നാൾ ഇവിടെ ഉണ്ടായില്ലല്ലേ അല്ലേ, ഇത് ഇവിടുത്തെ പെയിൻ ഗസ്റ്റാന്ന് പറയണം. അപ്പം അടുത്ത ചേച്ചി പറയണ്ട, അതെ ഇവിടെ മുകളിൽ നിൽക്കുന്ന പെയിൻ ഗസ്റ്റായിട്ട്. പെയിൻ ഗസ്റ്റായിട്ടോ? അതെ
അതിന് ഇവിടെ 2 ചെറുപ്പക്കാരി പെൺപിള്ളേരില്ലേ എന്നൊക്കെ ഇന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്യാമിനെ കാര്യം മനസ്സിലായി, ഇത് വർക്കൗട്ട് ആവുമെന്ന്. ശ്യാം പറയണ്ടേ, ചേച്ചിമാർ വന്ന പാട് നിൽക്കാണ്ട് ഇരിക്കേ, ഞാൻ ചേച്ചിമാർക്കുള്ള ചായ എടുക്കാം. അമ്മേ പ്രീതി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, പ്രീതി അടുക്കളയിൽ ചായ ഉണ്ടാക്കാം. ഞാൻ അടുക്കളയിൽ പോയിട്ട് പ്രീതിനെ സഹായിച്ച് നല്ല അടിപൊളി ചായ ഉണ്ടായിക്കൊണ്ട് വരാം എന്ന് ശ്യാം മനഃപൂർവ്വം ഒച്ചത്തിൽ തന്നെ അവർ കേൾക്കാൻ വേണ്ടി പറയാം. അവരത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാം ഇടിച്ച് കയറി അടുക്കളയിലേക്ക് പോകുവാണ്. പ്രീതി ചായ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി ശ്യാം സർ, എന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട ശ്യാം സർ, ഞാൻ കൊടുത്തോളാം എന്ന് പ്രീതി പറയുമ്പോൾ, വേണ്ടെന്നേ ഞാൻ കൊടുത്തോളാം, ഇത് വലിയ ഭാരമുള്ള പണിയൊന്നും അല്ലല്ലോ എന്ന് പറയട്ടെ ശ്യാം ആ ചായ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. ആ സമയത്ത് ആ 2 ചേച്ചിമാരെ അമ്മായിടത്തും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയടുത്തും പറയുന്നുണ്ട്, എല്ലാ ഇങ്ങനെ കല്യാണം കഴിച്ചൊരു ചെറുപ്പക്കാരനെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർത്തുന്നത് അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. കാരണം 2 പ്രായമുള്ള പെൺപിള്ളേർ ഇവിടെ നിൽക്കുമല്ലേ കല്യാണം കഴിയാത്ത, നിങ്ങളുടെ 2 പെൺപിള്ളേരെ കല്യാണം കഴിയിട്ടില്ല ഇല്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുവാണ്. അപ്പം ഇങ്ങനെ എത്തുന്നത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ എന്ന് ആ ചേച്ചിമാർ പറയാണ്. അതൊക്കെ കേട്ട് ശ്യാമിനെ വരാത്ത സന്തോഷം തോന്നുക കേട്ടോ. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, ദേ ശ്യാമോൻ്റെ സ്വഭാവം നിങ്ങൾ കണ്ടതല്ലേ, വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് ശ്യാമോൻ. അപ്പം അതുകൊണ്ട് അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അമ്മായി പറയുമ്പോഴേക്കും ആ അയൽക്കാരി ചേച്ചിമാർ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ വരട്ടെ രാധേ, ആണുങ്ങളുടെ സ്വഭാവമാണ്, എപ്പോഴാണ് മാറണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്ത് അടുത്ത ചേച്ചി ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ പെൺപിള്ളേരുടെ വിവാഹ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, അതെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, എങ്കിൽ എത്രയും പെട്ടെന്ന് ആ പയ്യൻ ഇവിടുന്ന് പറഞ്ഞു വിടും, വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെക്കൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അന്വേഷിക്കാൻ മോശമല്ലേ, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അയൽക്കാരുടെ സ്വഭാവം പുറത്തെടുക്കുക കേട്ടോ. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി തന്നെ ശ്യാം 2 ഗ്ലാസ് ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ ചേച്ചിമാർ ചായ എടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ ചേച്ചിമാർ 2 പേരും ശ്യാമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക കേട്ടോ. അല്ല നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, നിങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ അല്ലേ, ഞാൻ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. എങ്കിൽ ചായ എടുക്കുക എന്ന് ശ്യാം പറയുമ്പോൾ ആ 2 ചേച്ചിമാർ ചായ എടുക്കുവാണ്. ചായ കുടിക്ക് നോക്കി നിൽക്കാതെ, അല്ല നിങ്ങൾ എന്താ സംസാരിച്ചത്? ഒന്നുമില്ല, അശോകേട്ടൻ്റെ കാര്യം സംസാരിച്ചിരുന്നാണ് ശ്യാമോനെ എന്ന് അമ്മായി പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ചായ കുടിക്കേണ്ട ആ ചേച്ചിമാർ. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അമ്മയടുത്തും ശ്യാം അവിടെ നിന്ന് നീങ്ങി കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ അമ്മയടുത്തും അതുപോലെ തന്നെ അമ്മയടുത്തും പറയണ്ടേ, ഞങ്ങൾ പറഞ്ഞതൊന്നും മറക്കണ്ട, നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് 2 പെൺമക്കൾ പ്രായപൂർത്തിയായ പെൺമക്കൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലുണ്ട് പ്രായപൂർത്തിയായ പെൺമക്കൾ, അതുകൊണ്ട് സൂക്ഷിക്കണം രാധേ എന്ന് പറയുകയാണ്. കേട്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഭർത്താവിന് എത്രയും പെട്ടെന്ന് സുഖമാവും കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നാ ചേച്ചിമാർ നമ്മുടെ ശ്രുതിയുടെ അമ്മയടുത്ത് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, വളരെ ഉപകാരം എന്ന് ശ്രുതി അമ്മ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഭർത്താവിന് ശരിയാവും, പഴയ പോലെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കും, ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ആ ചേച്ചിമാർ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ആ ചേച്ചിമാർ ഇറങ്ങി പോകുമ്പോൾ ശ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. ശ്യാം കുറച്ച് ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാട്ടോ, ഒന്നും അറിയാത്ത പോലെ ആ ചേച്ചിമാർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അവിടുന്ന് പോകുവാണ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. അങ്ങനെ ആ ചേച്ചിമാർ പോയി കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ അമ്മായും കൂടി തിരിയുമ്പോഴേക്കും എല്ലാം കേട്ട് ശ്യാം ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ ഭാഗത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.